ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രാധൂസ് ഫുഡ് കോർട്ട് ആൻഡ് വീലോഗ്സ്. അപ്പോൾ ഇമേജ് കണ്ടപ്പോഴേ മനസ്സിലായല്ലോ ഞാനിപ്പോൾ എന്താ ഉണ്ടാക്കാൻ പോണതെന്ന്. അതെ, ബ്ലൂബെറി ഐസ്ക്രീം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം വേണ്ടത് കണ്ടൻസ് മിൽക്കാണ്. നിങ്ങൾക്ക് ആ കടയിൽ നിന്ന് വേണമെങ്കിൽ വാങ്ങാട്ടോ. ഇവിടെ ഞാൻ ഉണ്ടാക്കിയ കണ്ടൻസ് മിൽക്കാണ്. ഇതിനായിട്ട് ഞാൻ 1 കപ്പ് പാൽപ്പൊടി, 1/2 കപ്പ് പഞ്ചസാര, പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ്, ഇത് 3 മിക്സിയിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു. ഒരു 2 സ്പൂൺ വാം വാട്ടർ, ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി കിട്ടും, കണ്ടൻസ് മിൽക്ക് റെഡിയാവും. എനിക്ക് ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടി ആയതുകൊണ്ട് ഞാൻ കുറച്ച് ലൂസായിട്ട് വേണ്ടതുകൊണ്ട് കുറച്ചധികം വെള്ളം ചേർത്തിട്ടുണ്ട്. എൻ്റെ കണ്ടൻസ് മിൽക്ക് കുറച്ച് ലൂസായിട്ടായിരിക്കും കടയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടിലും കാണുന്നത്. നിങ്ങൾക്ക് തിക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അത്രയേ ഉള്ളൂ, നമ്മുടെ കണ്ടൻസ് മിൽക്ക് റെഡി. ടേസ്റ്റൊക്കെ സെയിം ആണ് സ്റ്റോർ ബോട്ട് കണ്ടൻസ് മിൽക്കിൻ്റെ. ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ എത്ര ദിവസം വേണമെങ്കിലും ഒരു ടൈറ്റ് ആയിട്ട് അടച്ചു വെച്ച് സ്റ്റോർ ചെയ്തെടുത്ത് ആവശ്യത്തിന് യൂസ് ചെയ്യാവുന്നതാണ്. ബ്ലൂബെറി ഐസ്ക്രീമിന് ബ്ലൂബെറി വേണ്ടേ? അപ്പോൾ ബ്ലൂബെറി ഇത് ഞാൻ ഫ്രഷ് ബ്ലൂബെറിയാണ് എടുത്തേക്കുന്നത്. ഇത് നമ്മളൊരു കടായിൽ ഇട്ടിട്ട് ഒരു 2-3 സ്പൂൺ വെള്ളം ആഡ് ചെയ്യാം. വെള്ളം ആഡ് ചെയ്ത് 1 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് ആഡ് ചെയ്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 1 മിനിറ്റ് മതിയാകും. ഇത് പൾപ്പ് പോലാകും. നമുക്ക് പിന്നെ അത് ഈസി ആയിരിക്കും മിക്സിയിലൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വേവിക്കുന്നത്. ഷുഗർ കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ആഡ് ചെയ്യാം. എനിക്ക് ഐസ്ക്രീമിൽ മൈൽഡ് ഷുഗറാണ് ഇഷ്ടം. പിന്നെ കണ്ടൻസ് മിൽക്കിൽ നമ്മൾ നന്നായിട്ട് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത്രയും മതിയാവും. 1 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ബ്ലൂബെറിയൊക്കെ വെന്ത് അതിൻ്റെ പൾപ്പൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഹാൻഡ് ബ്ലെൻഡർ ഉള്ളവർക്ക് അത് വെച്ചും ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തത് നമുക്കൊരു അരിപ്പ ഉപയോഗിച്ചൊന്ന് സ്റ്റെയിൻ ചെയ്തെടുക്കാം. സ്റ്റെയിൻ ചെയ്ത് നമുക്കൊരു ഗ്ലാസ്സിൽ മാറ്റി വയ്ക്കാം. നല്ല കളറല്ലേ ബ്ലൂബെറിയുടെ, ഒരു ആർട്ടിഫിഷ്യൽ കളറോ ഒന്നുമില്ല, ഒറിജിനൽ കളറാണ്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് തിക്കൻഡ് ഫുൾ ക്രീമാണ്. ഇതൊരു 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ബീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ബൗൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് വിപ്പിംഗ് ക്രീം ആയി കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. ഇതൊരു ഹാൻഡ് മിക്സർ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കാം. നമുക്ക് നല്ല തിക്കായിട്ടുള്ള ക്രീം കിട്ടും. ഒരു 2 മിനിറ്റ് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കാം. ഇത് വളരെ എളുപ്പമാണ്. നമുക്ക് കണ്ടൻസ് മിൽക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അത് വെച്ചിട്ടും ഉണ്ടാക്കാം. കണ്ടൻസ് മിൽക്കും പിന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീമും ഒരു ബ്ലൂബെറിയുടെ ഫ്രോസണോ അല്ലെങ്കിൽ ഫ്രഷ് ബ്ലൂബെറിയുടെ പൾപ്പോ ഉണ്ടെങ്കിൽ നമുക്ക് ഐസ്ക്രീം റെഡിയാക്കി എടുക്കാം. വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു ഐസ്ക്രീമാണ്. നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ ഉണ്ടാക്കി വെച്ചിരുന്ന കണ്ടൻസ് മിൽക്കില്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഞാനൊരു 1 കപ്പോളം 1 കപ്പ് ഫുൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, ഓവർ മിക്സ് ചെയ്യേണ്ട, ജെൻറ്റിലായിട്ട് മിക്സ് ചെയ്ത് എടുത്താൽ മതി. ക്രീമും വിപ്പിംഗ് ക്രീമും കണ്ടൻസ് മിൽക്കും നന്നായിട്ട് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ബ്ലൂബെറി പൾപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന കളറൊക്കെ കണ്ടില്ലേ, നല്ല കളറല്ലേ. സോ നന്നായിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കാം.
ബ്ലൂബെറി ഐസ്ക്രീം ഇഷ്ടമുള്ളവർക്ക് ഇത് ഒരു നല്ലൊരു റെസിപ്പിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ആക്ച്വലി എനിക്കിവിടെ ബ്ലൂബെറി ഐസ്ക്രീം കിട്ടാത്തത് കാരണമാണ് ഞാൻ ഫ്രഷ് ബ്ലൂബെറി മേടിച്ചൊന്ന് ട്രൈ ചെയ്യാൻ നോക്കിയത്. നല്ല ടേസ്റ്റായിട്ട് വന്നു. അപ്പോൾ നിങ്ങൾക്ക് കൂടി ആ റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആ ബ്ലൂബെറിയുടെ കളറൊക്കെ വന്നിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇത് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഓവർനൈറ്റ് സെറ്റ് ചെയ്താൽ നമുക്ക് രാവിലെ ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് നന്നായിട്ട് കിട്ടും. ഫ്രീസർ സേഫ് കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നന്നായിട്ട് എയർ ടൈറ്റായിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് വേണം ഫ്രീസറിൽ വെക്കാൻ. ഞാനൊരു 4 hours കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കി എങ്ങനെ ഉണ്ടാവുമെന്ന്. ടെംപ്ടേഷൻ കാരണം, കഴിക്കാനുള്ള ടെംപ്ടേഷൻ കാരണം പെട്ടെന്നൊന്ന് തുറന്ന് നോക്കി. പക്ഷേ സെറ്റായിട്ടില്ലായിരുന്നു, കുറച്ച് വാട്ടറി ആയിരുന്നു. അപ്പോൾ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇനിയും ഒരു 4 hours കൂടെ മിനിമം നമുക്ക് സെറ്റ് ചെയ്യണം. ഒരു 8 hours മിനിമം ഉണ്ടെങ്കിൽ നന്നായിട്ട് സെറ്റായി കിട്ടും. സോ ഇതൊരു 8 hours കഴിഞ്ഞിട്ടുള്ള ഐസ്ക്രീമാണ്. പുറത്തെടുത്ത് ഒരു 10 to 15 minutes വെളിയിൽ വെക്കണം, എന്നിട്ട് ഐസ്ക്രീം എടുക്കാവൂ. അപ്പോൾ നമുക്ക് നല്ല കൺസിസ്റ്റൻസി കിട്ടും. നമുക്ക് ഐസ്ക്രീം ഒരു ഗ്ലാസ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. കണ്ടില്ലേ, അടിപൊളിയല്ലേ? കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ? എനിക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാനുള്ള ടൈമായി. എന്ത് ക്രീമി ആയിട്ട് വന്നിട്ടുണ്ടെന്ന് നോക്കിയേ, അടിപൊളി ഐസ്ക്രീം. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്യൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് റെസിപ്പി. ബൈ.